കേരളത്തെ തകർത്തെറിഞ്ഞ മഹാപ്രളയം വെറുമൊരു പ്രകൃതിക്ഷോഭമായിരുന്നില്ലെന്നും മറിച്ച് അന്നത്തെ ജലസേചന മന്ത്രി മാത്യു ടി തോമസിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം സംഭവിച്ച മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന ഓഡിയോ പുറത്ത്. നിലവിലെ ജലസേചന മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുമ്പ് നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗാണ് കോൺഗ്രസ് എം.എൽ.എ. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. പിണറായി സർക്കാരിനെ അടിമുടി ഉലയ്ക്കുന്ന ഈ വെളിപ്പെടുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മഹാപ്രളയ സമയത്ത് ഡാമുകൾ തുറന്നുവിട്ടതിലുണ്ടായ വൻ അഴിമതിയും ആസൂത്രണമില്ലായ്മയുമാണ് കേരളത്തെ മുക്കിയതെന്ന് ഓഡിയോയിൽ മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. മാത്യു ടി തോമസ് മന്ത്രിയായിരുന്ന കാലത്തെ ഈ നടപടികൾ കേരളത്തിനുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. അഴിമതിക്ക് വേണ്ടിയാണ് ഡാമുകൾ കൃത്യസമയത്ത് തുറക്കാതെ വെള്ളം സംഭരിച്ചു നിർത്തിയതെന്നും ഒടുവിൽ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ ഒന്നിച്ചു തുറന്നുവിട്ടതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് ആരോപണം. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഈ സംഭാഷണം പിണറായി സർക്കാരിന്റെ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതാണ്. പ്രളയത്തെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതികൾ നേരത്തെ തന്നെ ഡാം മാനേജ്മെന്റിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും ഒരു ക്യാബിനറ്റ് മന്ത്രി തന്നെ സ്വന്തം മുന്നണിയിലെ മുൻ മന്ത്രിക്കെതിരെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ അഴിമതിയെന്നും ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. സംഭവം രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വെളിപ്പെടുത്തലോടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലെ അഴിമതിക്ക് പുറമെ പ്രളയം തന്നെ അഴിമതിയുടെ ഭാഗമായിരുന്നു എന്ന ഗൗരവകരമായ ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഓഡിയോ രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കരിമണൽ ലോബിക്ക് വേണ്ടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാത്തതെന്നും പറയുന്നു. ഈ പ്രളയമൊന്നും തനിയെ ഉണ്ടായതല്ല, അത് ഉണ്ടാക്കിയതാണ്. ഡാമുകൾ തുറന്നുവിട്ടതിലൊക്കെ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. മാത്യു ടി തോമസ് മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. വെള്ളം കൃത്യസമയത്ത് ഒഴുക്കിക്കളയാതെ കെട്ടിനിർത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല ഇത് ചെയ്തത്. ഒടുവിൽ ഡാമുകൾ ഒന്നിച്ചു തുറന്നുവിട്ടപ്പോൾ കേരളം മുങ്ങി. ഇത് ശുദ്ധമായ മനുഷ്യനിർമ്മിത ദുരന്തമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് കാരണം ഈ കെടുകാര്യസ്ഥതയാണ്. ജലസേചന വകുപ്പിൽ നടന്ന പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. മാത്യു ടി തോമസിനെതിരെ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സർക്കാരിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അഴിമതി മൂടിവെക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ സത്യം എന്നായാലും പുറത്തു വരും. ഈ പ്രളയം ഒരു പാഠമാകേണ്ടതായിരുന്നു. പക്ഷേ അത് ചിലർക്ക് പണമുണ്ടാക്കാനുള്ള വഴിയായി മാറി. കേരളത്തെ തകർത്ത മഹാപ്രളയം വെറുമൊരു പ്രകൃതിക്ഷോഭമായിരുന്നില്ലെന്നും മറിച്ച് അന്നത്തെ ജലസേചന മന്ത്രി മാത്യു ടി തോമസിന്റെ അഴിമതിയും വീഴ്ചയും മൂലം സംഭവിച്ചതാണെന്നും വ്യക്തമാക്കുന്ന ഓഡിയോ കോൺഗ്രസ് എം.എൽ.എ. മാത്യു കുഴൽനാടനാണ് പുറത്തുവിട്ടത്. നിലവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്ന കാര്യങ്ങളാണ് ഓഡിയോയിലുള്ളത്. ഡാമുകൾ തുറന്നുവിട്ടതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും മനഃപൂർവ്വം വെള്ളം കെട്ടിനിർത്തിയത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നും കൃഷ്ണൻകുട്ടി ആരോപിക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ പിണറായി സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ കാലങ്ങളായുള്ള വാദത്തിന് ഭരണപക്ഷത്തെ ഒരു മന്ത്രിയുടെ വാക്കുകൾ തന്നെ ഇപ്പോൾ തെളിവായി മാറിയിരിക്കുകയാണ്.